നമസ്കാരം സാർ. നമസ്കാരം സാർ. ഈ വഖഫ് ഭേദഗതി ബില്ല് 2024 ഓഗസ്റ്റിലല്ലേ, ഓഗസ്റ്റ് 8 പാർലമെൻറ്റിൽ വന്ന കാലത്തെ കേരളീയന് ആ വിഷയത്തിൽ ശ്രദ്ധ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുനമ്പമായിരുന്നു. അതെ, മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാൻ ഈ ബില്ല് പാസ്സായാൽ മതി എന്ന് തുടക്കം മുതലേ നമ്മളൊക്കെ വാദിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് 24 ഓഗസ്റ്റിൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ 25 അല്ലേ, ഉടനെ തന്നെ അത് JPC അയക്കുന്നു. JPC തട്ടിക്കളിച്ച് ഒടുവിൽ ഭേദഗതികളോടെ തിരിച്ചു വന്ന് ഏപ്രിൽ 3 കഴിഞ്ഞ 2025 ഏപ്രിൽ 3 പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. അന്ന് ലോക്സഭ പാസ്സാക്കി. 4 തീയതി എനിക്ക് തോന്നുന്നു രാജ്യസഭ പാസ്സാക്കി. 5 തീയതി പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഉടനെ തന്നെ സുപ്രീം കോടതി പിടികൂടി. 7 തീയതി തന്നെ നമ്മുടെ മുസ്ലിം ലീഗായിരുന്നു ഫസ്റ്റ് പെറ്റീഷൻ. ഫസ്റ്റ് പെറ്റീഷൻ. കുറേ പെറ്റീഷനുകളോടെ എന്തായാലും സുപ്രീം കോടതി പരിഗണനയിൽ വെച്ചു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് മാറിപ്പോയി, പുതിയ ചീഫ് ജസ്റ്റിസ് അതെന്തായാലും ചർച്ചക്കെടുത്തു. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു താൽക്കാലിക വിധി വന്നു. വൈകാതെ അന്തിമ വിധി വരും എന്ന് പറയുന്നു. എന്തായാലും ഇപ്പോൾ 1 കൊല്ലം കാത്തിരുന്നാണെങ്കിലും വഖഫ് ഭേദഗതി ബില്ല് നിയമമാവുകയാണ്. അതെ, മലയാളിക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച, പ്രത്യേകിച്ച് മുനമ്പത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട ഉൾക്കാഴ്ചകൾ പ്രദാനം ചെയ്തത് സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല. വലിയ കോലാഹലം കൂട്ടിയതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും വ്യക്തി എന്ന നിലയിൽ താങ്കൾ ശ്രീ സ്റ്റാലിൻ ദേവൻ കാണിച്ച ആത്മാർത്ഥതയും പ്രതിബദ്ധതയുമാണ് ഈ വിഷയത്തിൽ മുനമ്പത്തുകാർക്കൊരു പ്രതീക്ഷയും വിളിച്ച് നൽകിയത് എന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാനത് എൻ്റെ വീഡിയോസിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കിന്ന് അറിയേണ്ടത് സത്യത്തിൽ എങ്ങനെയാണ് അങ്ങ് മുനമ്പത്തുകാർക്കുള്ള രക്ഷാമാർഗം ഈ വഖഫ് ഭേദഗതി ബില്ലിൽ ഉണ്ടെന്ന് തുടക്കത്തിലുണ്ടായിരുന്നുവോ അതല്ല പിന്നെ JPC ഘട്ടത്തിൽ വന്നതാണ് എന്ന് അങ്ങ് പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു നാൾ വഴി ഒന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രേക്ഷകർക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകൾക്ക് ഉൾക്കാഴ്ചയില്ലാത്തൊരു കാര്യമാണത്. വഖഫ് ഭേദഗതി ബില്ല് 2024 ഓഗസ്റ്റ് 8 കൊണ്ടുവന്നത് തന്നെ മുനമ്പത്തുകാരെ രക്ഷിക്കാനാണെന്നൊക്കെ വാദിക്കുന്നവരുണ്ട്, സാധുക്കൾ. അവരോട് നല്ല നമസ്കാരം പറയാം. പക്ഷേ സത്യത്തിൽ എവിടെ വെച്ചാണ് മുനമ്പത്തുകാർക്ക് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാമാർഗം, ഒരു രക്ഷയുടെ ജാലകം ദൈവം തുറന്നു കൊടുത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങ് എങ്ങനെയാണ് അതിൻ്റെ നാൾ വഴി ഒന്ന് പറഞ്ഞേ? നമുക്കറിയേണ്ടത് മുനമ്പത്തുകാർ എന്നാണ് ഈ ബില്ല് ഉപയോഗിച്ചെങ്കിലും ഒന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? സാർ, ഇതിൻ്റെ ബില്ല് ആദ്യം ഓഗസ്റ്റ് മാസം 8 തീയതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് എന്താ, എന്ന് തൊട്ട് ഈ പുതിയ നിയമം നടപ്പിലാക്കപ്പെടും എന്നാണ്. അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നാണോ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് അന്ന് മുതലേ ഉള്ളൂ. അപ്പോൾ എന്നിട്ടും ഇവിടെ കോൺഗ്രസ്സുകാർ പറഞ്ഞു ഈ വഖഫ് ആക്റ്റും മുനമ്പത്തെ വിഷയമായിട്ട് ഒരു ബന്ധവുമില്ല, പറ്റിക്കുകയായിരുന്നു. CPM ഈ പുതിയ ഭേദഗതിയെ എതിർക്കുകയാണ് ചെയ്തത്. BJP ആവർത്തിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്നാണ്. അവരെ ബില്ല് വായിച്ചെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. അഥവാ കൊണ്ടുവന്നു കഴിഞ്ഞാലുള്ള വലിയ പ്രശ്നം എന്താണ്, ഈ 30 വർഷമായിട്ട് നിലനിന്ന ഒരു ഭേദഗതി ആക്ടിനെ ഭേദഗതി ചെയ്ത് പുതിയ നിയമം വരുമ്പോൾ അതിന് മുൻകാല പ്രാബല്യം കൊടുത്തു കഴിഞ്ഞാൽ അന്ന് വരെ ഈ കോടതികൾ പരിഗണിച്ച് വിധിയാക്കിയ കേസുകൾ റദ്ദായി പോകത്തില്ല സാർ. കാരണം ഈ സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ടല്ലോ, പാർലമെന്റിന് ജുഡീഷ്യറിക്ക് കളിക്കാൻ പറ്റും. അപ്പൊ ഇത്രയും മന്ദബുദ്ധികളായിട്ടുള്ള കുറെ ആൾക്കാരാണ് ഇതിന് മുൻകാല പ്രാബല്യം പറഞ്ഞു. സോ ഞാൻ തന്നെ ആ ബില്ല് വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തു. ഈ ബില്ല് കൊണ്ട് മുനമ്പത്തിന് ഒരു പ്രയോജനവും ഇല്ല 2024 ഓഗസ്റ്റിൽ. അതെ, അപ്പോൾ അതെ, ആ ഈ ബില്ല് വന്ന സമയത്ത് ഇതുകൊണ്ട് മുനമ്പത്തിന് എന്തായാലും ബാക്കി പൊതുവെ നോക്കുമ്പോൾ നല്ല ആക്റ്റാണ്, ഭരണഘടന നിയമഭേദഗതി നല്ലതാണ്. പക്ഷേ മുനമ്പത്തിനൊരു പരിഹാരമില്ല. അതിനുശേഷം ഇത് മുനമ്പത്തുകാരുടെ ഭാഗ്യത്തിന് ഇത് JPCയിൽ പോയി. അപ്പോൾ ഇവിടെ ഈ റിലീജിയസ് ഡിനോമിനേഷൻ എന്ന് പലയിടത്തും കേൾക്കാറുണ്ട്, പാർലമെൻറ്റിലൊക്കെ പ്രസംഗിക്കാറുണ്ട്. ഈ സാധാരണ ആൾക്കാർ അത് കേൾക്കുമ്പോൾ തോന്നുന്നത് റിലീജിയസ് മൈനോറിറ്റി എന്നാണ്, ഡിനോമിനേഷൻ. പക്ഷെ അതല്ല, വൈവിധ്യമാണ്. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ആർട്ടിക്കിൾ 26 ഈസ് മെന്റ് ഓൺലി ഫോർ ഡിനോമിനേഷൻ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മതത്തിനടിയിൽ ശക്തിസം, വൈഷ്ണവിസം, ശൈവിസം ഇങ്ങനെയൊക്കെയുള്ള പല സെക്ട്, നമ്മുടെ നാഗാസന്യാസിമാർ ഇവരൊക്കെ പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളവരാണ്. സാറിൻ്റെ മുസ്ലിം മതത്തിനടിയിലും സൂഫികൾ, അങ്ങനെ ഈ ബോറ, ആഗാ ഖനി എന്നൊക്കെ പറഞ്ഞ പ്രത്യേകമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളതാണ്. അവർക്ക് ഈ ആർട്ടിക്കിൾ 26 പരിരക്ഷയുണ്ട്. അവർക്ക് മാത്രമുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ക്രിസ്തീയ സഭയുണ്ട്, അവരും ഈ ഡിനോമിനേഷനാണ്. അവിടുത്തെ ഒരു നണ്ണ് പോയി കേസ് കൊടുത്തു, എനിക്ക് ഈ ഇൻകം ടാക്സ് പിടിക്കാനുള്ള ഒരു ഇത് വന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ
ഡിനോമിനേഷനിൽ ഉള്ള കക്ഷിയാണ്. എനിക്കൊന്നും സ്വന്തമായിട്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ഓൺ ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് പ്രത്യേക സംരക്ഷണം. അപ്പോൾ എനിക്കിതിൽ നിന്ന് പരിരക്ഷ തരണം പറഞ്ഞപ്പം മദ്രാസ് ഹൈക്കോടതി പറഞ്ഞു ഓക്കെ അവർ ഇത് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് റിലീജിയസ് ഡിനോമിനേഷൻ. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ ഈ ബോറ അഗാഖാനി എന്നൊക്കെ പറയുന്ന 2 വ്യക്തികളുണ്ടായിരുന്നു. അവരുടെ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ആത്മീയാചാര്യനുണ്ട് ആഗോള തലത്തിൽ തന്നെ. അപ്പോൾ അവരിങ്ങനെ നടത്തുന്ന ഡെഡിക്കേഷനൊക്കെ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഈ മുത്തവല്ലിയെ പോലെ, അതായത് ഈ നമ്മുടെ വഖഫിലെ മുത്തവല്ലിയെ പോലെ അവരിൽ മറ്റൊരു പേരാണ് മുംതാസ് സൈമിൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് മാനേജറായിട്ട് കൺട്രോൾ ചെയ്യുക. അവരുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഹ്യശക്തികൾ അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. അത് അവരെ സംബന്ധിച്ചോളം ആത്മഹത്യാപരമാണ്. അപ്പോൾ 1995 വരെ ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവർ വഖഫ് ആയിരുന്നില്ല ഉണ്ടാക്കിയിരുന്നത്, അവരുണ്ടാക്കിയതൊക്കെ ട്രസ്റ്റുകളായിരുന്നു, പബ്ലിക് ട്രസ്റ്റുകളായിരുന്നു. അപ്പോൾ 1995 വന്നപ്പം ഈ ട്രസ്റ്റുകളെയും ഈ വഖഫ് ആക്ട് കയറി പിടിച്ചു. വീണ്ടും മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ അത് വന്നിട്ട് അവർക്ക് ആത്മഹത്യാപരം ആണ്. അവർക്ക് ആർട്ടിക്കിൾ 26 പരിരക്ഷയും ഉള്ളതാണ്. അപ്പോൾ 2023 അവർ മൈനോറിറ്റി നമ്മുടെ കേന്ദ്ര വകുപ്പിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പ്രശ്നം, അത് ഡിനോമിനേഷനാണ്, ഞങ്ങളുടെ ഡിനോമിനേഷനാണ്, ഞങ്ങൾ ബാഹ്യശക്തികൾ, അത് ഗവൺമെൻറ് ആയാലും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം. അതിനുവേണ്ടി JPC മുമ്പ് പോയത് ഹരീഷ് സാൽവെയാണ്. മനസ്സിലായില്ലേ? ഹരീഷ് സാൽവെ ചെന്നു അത് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ശരിയാണല്ലോ, ആർട്ടിക്കിൾ 26 പ്രകാരം അവർക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്ക് സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള പരിരക്ഷ ആർട്ടിക്കിൾ 26 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ എന്ത് പറഞ്ഞു, അവർക്കും കൂടി പ്രത്യേകം വഖഫ് ബോർഡുകൾ ഉണ്ടാക്കണം. അതുകൊണ്ട് അവരെ പ്രശ്നം പരിഹരിക്കുന്നത് വീണ്ടും ഗവൺമെന്റിന്റെ കൺട്രോൾ പിടിയിൽ വരികയാണ്. അതുകൊണ്ടാണ് JPC വന്നിട്ട് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ട്രസ്റ്റുകളെ ഇതിന് വെളിയിലാക്കി തരാം. അപ്പോൾ എന്നോട്ട് അവരെ ട്രസ്റ്റുകളൊക്കെ വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കില്ല. അപ്പോൾ അവരെ അതിൽ നിന്ന് റിലീസ് ചെയ്യണമെങ്കിൽ അതിന് റെട്രോസ്പെക്റ്റീവ് കൊടുത്തേ പറ്റും. അങ്ങനെയാണ് JPC ഈ 2A കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അതായത് ഈ വഖഫ് ആക്ടിലെ ഒരു സെക്ഷനും അതിൽ 4 ഇൻഗ്രീഡിയൻസ് ഉണ്ട് സാർ, അത് ശ്രദ്ധിക്കണം. ഒരു മുസ്ലിം കൊടുക്കുന്ന ഈ ഡെഡിക്കേഷൻ ആയിരിക്കും. ഇത് കൊടുക്കുന്നത് ഈ ഒരു ട്രസ്റ്റിൻ്റെ ഈ വഖഫിൻ്റെ ലക്ഷ്യമുണ്ടല്ലോ, പയസ്, റിലീജിയസ്, ചാരിറ്റബിൾ, ഈ പർപ്പസിന് വേണ്ടിയിട്ട് ആയിരിക്കും. എല്ലാവരും പറയും ഇത് ട്രസ്റ്റിൻ്റെ പേരിലാണെങ്കിലും സൊസൈറ്റിയുടെ പേരിലാണെങ്കിലും ഇതിൻ്റെ വെളിയിലാണെന്ന്. അല്ല, അത്തരം സൊസൈറ്റിയോ ട്രസ്റ്റോ ഒരു പൊതു ധർമ്മ സ്ഥാപനമായിരിക്കണം, ചാരിറ്റബിൾ എൻഡോമെൻറ്റ് ആയിരിക്കണം. ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റും ആയാലേ ഈ പുതിയ 2A ബെനിഫിറ്റ് കിട്ടുമോ. ഇപ്പം മുനമ്പത്ത് ഒരു ഗോപാലകൃഷ്ണൻ ആയിരുന്നു ഈ ഡെഡിക്കേഷൻ നടത്തിയെങ്കിൽ ഈ ബെനിഫിറ്റ് കിട്ടും. JPCയിലെ മഹാരാഷ്ട്ര സിറ്റിംഗിൽ ആരായിരിക്കും സാർ അത് ഈ നിർദ്ദേശം വെച്ചത്? അവര് വലിയ വെരി റിച്ച് ആൾസോ ഈ കമ്മ്യൂണിറ്റി, അഗാഖാനീസ് ആൻഡ് ബോറാസ്. അപ്പോൾ അതിനെ ഹരീഷ് സാൽവെയൊക്കെ കൊണ്ട് JPCയിൽ വാദിപ്പിക്കണമെങ്കിൽ ദേ ആർ സോ വെൽത്തി ആൻഡ് പവർഫുൾ. അപ്പോൾ ഒരു വ്യക്തിയല്ല അത് ചെയ്തത്, അവരുടെ സംഘടനയാണ് അത് ചെയ്തത്. അങ്ങനെയാണ് സാർ ഇത് വന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പം നമ്മൾ അതിൽ കേരളമെന്നോ മുനമ്പമെന്നോ ഒന്നുമില്ല, ഇത്രയേ എഴുതിയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ട്രസ്റ്റോ സൊസൈറ്റിയോ ഈ ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് എങ്കിൽ അതൊരു മുസ്ലിം ഉണ്ടാക്കിയതും ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞത് അവരൊക്കെ മുൻകാല പ്രാബല്യത്തോടു കൂടി ഇതിൻ്റെ വെളിയിലായിരിക്കും എന്നാണ് അതിലെഴുതിയിരിക്കുന്ന അർത്ഥം പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും അറിയാം, ഞാൻ ആ പ്രമാണമൊക്കെ വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാക്കായിരിക്കും നമ്മളെ കയറി പിടിക്കുന്നത്. കാരണം നമ്മൾ എല്ലാത്തിനെയും ഒരു സംശയ ദൃഷ്ടിയോട് കൂടി കണ്ടാൽ മാത്രമേ നമുക്ക് അത് ശരിയാണ്, ഓക്കെ, അങ്ങനെ സമ്മതിച്ചു കൊടുത്താൽ നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫെബ്രുവരി മാസം 14-ാം തീയതി അർദ്ധരാത്രി 12:30 മണിക്കാണ് നമ്മളെ ഫാദർ ജോഷി മയ്യാറ്റിൽ എനിക്ക് ഈ JPC റിപ്പോർട്ട് അയച്ചു തരുന്നത്. അപ്പോൾ കിടന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഉടനെ അങ്ങ് എഴിച്ചു. അപ്പോൾ വൈഫ് ചോദിച്ചു എവിടെ പോവുക, ഞാൻ പറയും എനിക്കിത് വായിക്കാനുണ്ട്. എന്തായാലും ഞാൻ അന്ന് രാത്രി 3 മണിക്ക് എത്തിയപ്പോഴാണ് ഇത് കാണുന്നത്. അവിടെ ഞാൻ കണ്ടെത്തുന്നത്, കാരണം എനിക്കറിയാമായിരുന്നു, എല്ലാവർക്കും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. വഖഫ് പഴയ ആക്ട്, അമെൻമെൻറ്റ്, മുനമ്പത്തെ ചരിത്രം,
ഫറൂഖ് കോളേജിന്റെ ലീഗൽ അത് എന്താണ് ഫറൂഖ് കോളേജ്? നമ്മളെല്ലാവരും കോളേജ്, ആർട്സ് കോളേജ്, മഹാരാജ് കോളേജ് എന്ന് കേൾക്കും പോലെ എല്ലാവരും ഫറൂഖ് കോളേജ് എന്ന് പറയുമെങ്കിലും ഫറൂഖ് കോളേജ് റിയലി വാട്ട് കൈൻഡ് ഓഫ് എ ലീഗൽ എൻറ്റിറ്റി ഇറ്റ് ഈസ്? ഈ 4 കാര്യവും അറിയാനുള്ള കക്ഷിക്ക് ഇത് കണ്ടെത്താൻ. അങ്ങനെ 3 മണിക്കാണ് രാവിലെ ഞാൻ ഇത് കണ്ടെത്തിയത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതോടുകൂടി ഈ പ്രശ്നം തീരും. പക്ഷെ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിട്ടും എൻ്റെ വീഡിയോ ഇട്ടു, ജനം ടി വിയിൽ പറഞ്ഞു, ഈ പാസ്സാവണതിന് 2 മാസം മുമ്പ് പറഞ്ഞിട്ട് പോലും ഒരു BJP-ക്കാരും എന്നെ സമീപിച്ചില്ല. എന്താണ് നിങ്ങൾ പറയുന്നത്? എന്തായാലും 4-ാം തീയതി പാസ്സായതിന് ശേഷം എല്ലാ BJP-ക്കാരും എന്നെ വിളിപ്പായി. എന്താണ് 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 അപ്പോൾ ഞാൻ അവരൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ അവർ എൻ്റെ കൊച്ചിനെ അവർ ടേക്കപ്പ് ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ 5-ാം തീയതി മുനമ്പത്ത് വന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ നിയമം കൊണ്ടുവന്നത്. നിങ്ങൾക്ക് 100% 1000%. പിന്നെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്ന സമയത്ത് ഒരു പ്രസംഗം എഴുതി കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ആൾക്കാരെ പേരൊന്നും പറയുന്നില്ല, പ്രസംഗം എഴുതി കൊടുത്തു. പക്ഷേ കൊണ്ടുകൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്താലേ അദ്ദേഹത്തിന് പറയാൻ മനസ്സിലാവും. അല്ലാതെ അവർ കൊണ്ട് കൊടുത്ത് കേന്ദ്രമന്ത്രി എടുത്തു. എനിക്കൊരു 5 മിനിറ്റ് അദ്ദേഹവുമായിട്ട് എറണാകുളത്ത് സംസാരിക്കാനുള്ള ഇതൊന്നെങ്കിൽ അന്ന് കേന്ദ്രമന്ത്രി കൊണ്ട് ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്യിപ്പിച്ചിട്ട് പോയതിന്. എന്തായാലും അതിലേക്കൊക്കെയാണ് ഇപ്പം കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ഇന്റർവ്യൂ ഓർഡറും വന്നു കഴിഞ്ഞു. ഇനിയിപ്പം എത്രയും പെട്ടെന്ന് ഒരു പക്ഷേ ഈ വർഷത്ത് തന്നെ അവർക്ക് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. തീർച്ചയായിട്ടും. നമുക്ക് എന്തായാലും മുനമ്പത്തുകാരുടെ രക്ഷകൻ ബോംബെയിൽ നിന്നാണ് വന്നത് അല്ലേ? അത് ഞാൻ പറഞ്ഞത് സാർ, എൻ്റെ ഇതിൽ ഇത് 3 ഈശ്വരന്മാരും കൂടെ കളിച്ചിരിക്കുകയാണ്. ഫാസിസ്റ്റ് മോഡി ഹിന്ദു, അഗാഖാനി ബോറ മുസ്ലിം, ഷിയ മുസ്ലിം, ഇവിടെ ഷിയാണ്, ഇവിടെ വേളാങ്കണ്ണി മാത യേശു ക്രിസ്തുവിന്റെ ആള്. അപ്പൊ ഇവരെല്ലാം കൂടെ സംഗമിച്ചെടുത്ത ഒരു തീരുമാനം, അല്ലാതെ BJP എടുത്തതോ. എന്തായാലും ഞാൻ അത് കണ്ടുപിടിച്ചു എന്നുള്ളൂ മാത്രമേ ഉള്ളൂ. കണ്ടുപിടിച്ചു. ഇനിയെങ്കിലും അവർ ചെയ്യേണ്ടത് സത്യത്തിൽ ഒന്നാമത്തെ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, 2024 ഓഗസ്റ്റ് 8-ാം തീയതി പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഒരു വരി പോലും മുനമ്പത്തിന്റെ രക്ഷയ്ക്കുണ്ടായിരുന്നില്ല. മുനമ്പത്തുകാരെ പരിഗണിക്കുകയോ അവർക്ക് വേണ്ടി എന്തെങ്കിലും അതിൽ എഴുതി ചേർക്കാനോ ആരും മുൻകൈ എടുത്തിട്ടില്ല. 1. രണ്ടാമത്തെ കാര്യം, JPCക്ക് വിട്ടതിനെ ഇതിനെ തകർക്കാനാണ്, പിൻവലിക്കാനാണെന്നൊക്കെ ഞാൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. വൈകിക്കാനാണ്, ഇത് മൗലികമായ ഒരു ഭരണപരിഷ്കാരം. സാറിന് ഓർമ്മയുണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വേദികളിലും. പക്ഷേ JPCക്ക് വിട്ടതാണ് യഥാർത്ഥത്തിൽ രക്ഷയായി തീർന്നത്. JPCയിൽ മഹാരാഷ്ട്രക്കാർ അവർക്ക് വേണ്ടി ആവശ്യപ്പെട്ട് ആ വലിയ കമ്മ്യൂണിറ്റി അല്ലേ, ബോറ മുസ്ലിം കമ്മ്യൂണിറ്റി, അതുപോലെ ആഗാഖാനി മുസ്ലിം കമ്മ്യൂണിറ്റി, അവർ കൊടുത്ത പരിഷ്കാരമാണ് ഇപ്പം മുനമ്പത്തിന് ഗുണം ചെയ്തത്. ഇനിയെങ്കിലും JPC വന്നതുകൊണ്ടാണ് മുനമ്പത്തുകാർ രക്ഷപ്പെട്ടതെന്നും അത് കണ്ടെത്തിയത് ബഹുമാന്യനായ സ്റ്റാലിൻ ദേവനാണ് എന്നും അറ്റ്ലീസ്റ്റ് അക്നോളജ് ചെയ്യണ്ടേ സാർ? അത് അങ്ങനെയുള്ള മനുഷ്യന്റെ ഒരു സേവനത്തെ ഇതിപ്പോ പ്രേക്ഷകരറിയാൻ വേണ്ടി പറയുകയാണ് ഞാൻ. ശ്രീ സ്റ്റാലിൻ ദേവൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നും പെട്ടതല്ല. അദ്ദേഹം മുനമ്പത്ത് വോട്ടുള്ള ക്രിസ്ത്യാനിയല്ല, ധീവരനല്ല, രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തെ വേണമെങ്കിൽ ഒരു സവർണ മാടമ്പി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പിള്ളയുടെ മോനാണ് അല്ലേ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ. അപ്പോ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് മുസ്ലിം ഇൻട്രസ്റ്റോ ക്രിസ്ത്യൻ ഇൻട്രസ്റ്റോ മത്സ്യത്തൊഴിലാളി ഇൻട്രസ്റ്റോ ഒന്നുമല്ല, ഹ്യൂമൻ ഇൻട്രസ്റ്റ് ആണ്. മാനവികമായ ഒരു വലിയ മനസ്സുകൊണ്ടാണ് അങ്ങേക്ക് ഇത് കണ്ടെത്താൻ പറ്റിയത്. അതുകൊണ്ട് ആ മനസ്സിനെ ആദരിക്കാൻ ആദ്യം തയ്യാറാവേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഈ ബില്ല് പാസ്സായി നിയമമായി കോടതിയുടെ പരിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി റൂളായി വരുമ്പോൾ സത്യത്തിൽ ആദ്യം കേരളം ചെയ്യേണ്ടത്, ഇതിൻ്റെ ഈ ബില്ലിൻ്റെ വക്താക്കൾ ഭരണകക്ഷി തന്നെ മുൻകൈ എടുത്ത് ഈ ഒരു രക്ഷാമാർഗം കണ്ടെത്തിയിട്ട് മുനമ്പത്തുകാരുടെ കൂടെ നിന്ന് അവരുടെ പുതിയ നിയമ പോരാട്ടത്തിന് വഴി കാണിക്കുന്ന സ്റ്റാലിൻ ദേവനെ ആദരിക്കാനല്ല എന്ന് എൻ്റെ മനസ്സ് ചോദിക്കുന്നുണ്ട്. ഞാനത് BJP ഉൾപ്പെടെയുള്ള ഭരണകക്ഷിക്കാരുടെ വേദികളിലും വ്യക്തികളോടും ഞാൻ ചോദിക്കാറുണ്ട്. ഏതായാലും ഈ സമയത്ത് ABCയിൽ വന്ന് ഈ കാര്യം സത്യസന്ധമായി ഉള്ളു തുറന്ന് അങ്ങയുടെ നിറഞ്ഞ മനസ്സിൻ്റെ സന്തോഷത്തോടെ പ്രേക്ഷകരോട് പറഞ്ഞതിൻ്റെ നന്ദി ഈ സമയത്ത് വെളിപ്പെടുത്തുന്നു. ബാക്കി തീർച്ചയായിട്ടും ഇത് കാണേണ്ടതും അറിയേണ്ടതും ആക്ട് ചെയ്യേണ്ടതും. ഒരുപക്ഷെ ഞാനിത് കണ്ടെത്തിയില്ലെങ്കിൽ സാർ, ഇത് ഒളിഞ്ഞു കിടന്നെ വർഷങ്ങളോളം. എന്ന് മാത്രമല്ല സാർ, ഇവരതിൻ്റെ പ്രത്യാഘാതം ആലോചിച്ചിട്ടില്ല. ഈ ബില്ല് പാസ്സായിട്ടും മുനമ്പത്തുകാർക്ക് യാതൊരു രക്ഷയും ഈ ബില്ലിൽ ഇല്ല എന്ന് ആ പാവങ്ങൾ തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ അങ്ങോട്ട് കേറ്റൂല എന്ന് മാത്രമല്ല, വളഞ്ഞിട്ട് തല്ലുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും അത്രയാണ് അവരുടെ കഷ്ടപ്പാട്. അവർക്ക് അത്രയും ഈ ആശ കൊടുക്കുകയും ചെയ്യും. എത്ര പതിറ്റാണ്ടുകളായിട്ട് തലമുറകളായിട്ട് അവർ വില കൊടുത്തു വാങ്ങി പരമ്പരയായി അനുഭവിച്ചു വരുന്ന കിടപ്പാടത്തിൽ നിന്നാണ് അവരെ ഇറക്കി വിടാനും അവർക്ക് ടാക്സ് അടക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത്. ആ കൂട്ടത്തിൽ അവരുടെ സമരത്തിന്റെ കൂടെ നിന്നിട്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചവർ
തീർച്ചയായിട്ടും അതാണല്ലോ. വോട്ട് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കളിയാണ് എല്ലാവരും. ഇപ്പോൾ അവിടെ ഞാൻ വിചാരിച്ചു UDF LDF ഇത് ഗൗരവമായി പഠിക്കാൻ പോലും പോയില്ല. കാരണം അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വോട്ടുള്ളത് ഇപ്പോൾ ഇസ്ലാമിനാണല്ലോ, മുസ്ലിമിനാണല്ലോ, അതുകൊണ്ട് വഖഫ് ബോർഡിന്റെ നിലപാടിന്റെ കൂടെ നിൽക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നെ തന്നെ വിളിച്ചിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത് പറഞ്ഞ് മനസ്സിലാക്കിത്താ. 10 മിനിറ്റ് ഇരുന്നിട്ട് ആ പേപ്പേഴ്സ് വെച്ചിട്ട് ഇതാണെന്നും അതിന് പോലും ഇതുവരെ ഒരു BJP നേതാക്കളും കാര്യമായിട്ട് തയ്യാറായിട്ടില്ല, എക്സെപ്റ്റ് കുമ്മനം രാജശേഖരൻ ആണല്ലേ. അദ്ദേഹം കേൾക്കാൻ എന്നെ വിളിച്ചു, 1 മണിക്കൂറോളം സംസാരിച്ചു, പിന്നെ നേരിൽ കാണണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ 1 മണിക്കൂർ ഇരുന്നു അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ വ്യക്തമായി. തീർച്ചയായിട്ടും സ്റ്റാലിൻ ദേവനെ പോലുള്ള മനുഷ്യസ്നേഹികളാണ് പലപ്പോഴും നമ്മൾ നിർണായകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ മുനമ്പൻ ജനത പോലുള്ള ഗതികെട്ട കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ ആകാശം നോക്കി നിലവിളിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ ഏതാണ്ട് 10,000-ഓളം മനുഷ്യരുണ്ട്, 600-ലേറെ കുടുംബങ്ങളുണ്ട്. ആ മനുഷ്യർക്ക് വെളിച്ചം കാണിക്കാനും അവർക്കൊരു മോചനത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കാനും നിയമത്തിൻ്റെ പരിധികൾ ഉറക്കമിളച്ച് കണ്ടുപിടിച്ചു വന്നു എന്നൊരു ചെറിയ സേവനമല്ല. ഈ മനുഷ്യനെ മലയാളി അറിയട്ടെ, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തിൻ്റെ സേവനത്തെ അംഗീകരിക്കട്ടെ, ആദരിക്കട്ടെ എന്ന് ഞാൻ ന്യായമായി ആഗ്രഹിക്കുന്നു. നന്ദി സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.